ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിട്ടും ഒന്നും ചെയ്യാതിരിക്കുന്ന ദിവസങ്ങളില്ലേ, അങ്ങനൊരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ ആ ഒരു മൂഡ് മാറ്റാനും ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. കുറേ എലമെൻസും സ്റ്റിക്കേഴ്സൊന്നും യൂസ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി ജേർണലൊന്നും അല്ല, പക്ഷേ ഡയറിയൊക്കെ പോലെ തന്നെ എൻ്റെ ഇന്നത്തെ തോട്ട്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് സ്ക്രിബിൾ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അതിന് ഞാൻ യൂസ് ചെയ്യുന്നൊരു ഡയറിയാണിത്. ഒന്നാമത്തെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ ആണ്. ഇപ്പോൾ വെക്കേഷന് ഒരുപാട് പ്ലാനുകൾ ഉണ്ടായിരുന്നു, അതിൽ കുറച്ചൊക്കെ ചെയ്തു, പക്ഷെ എന്നാൽ കൂടെ പകുതി പോലും ആയിട്ടില്ല. അതെല്ലാം പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്ത് നാളത്തേക്ക് മാറ്റി വെച്ച് ഇനി ഒരാഴ്ച കൂടെ കഴിഞ്ഞാൽ ക്ലാസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ സിക്കായിട്ടിരിക്കുമ്പോഴൊക്കെ ജേർണലിംഗ് നമ്മളെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ ഞാൻ ആദ്യം കുറേ സ്റ്റിക്കേഴ്സും അതുപോലെ തന്നെ മെമ്മോ പാഡ്സും കുറച്ച് പോളറോയിഡ് ഇമോജസ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറേ ആർഭാടമായിട്ടുള്ള ഒരു ജേർണലിംഗ് ആണ് ഉദ്ദേശിച്ചത്. പിന്നെ ഞാൻ എഴുതി വന്നപ്പോൾ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം പ്രോക്രാസ്റ്റിനേഷൻ, അപ്പോൾ അത് തന്നെ അഡ്രസ്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഫീലിങ്സും കാര്യങ്ങളൊക്കെ എഴുതി ഒരു പേജ് നിറച്ചു. പിന്നെ എനിക്ക് തോന്നി അപ്പുറത്തെ പേജിലും കൂടെ ഇതിൻ്റെ എന്തെങ്കിലും ഒരു എലമെൻറ്റ് വേണമെന്ന്. അങ്ങനെ നമ്മൾ ഈ വരച്ച സെയിം സൺഫ്ലവർ അപ്പുറത്തും വരച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ആദ്യം ബ്രൗൺ പേപ്പറിൽ എഴുതിയതിൻ്റെ തൊട്ടടുത്ത് ഒരു റോസ് പെറ്റൽ കൂടെ ഒട്ടിച്ചു കൊടുത്ത് താഴെ ഒരു കോട്ട് എഴുതി കംപ്ലീറ്റ് ചെയ്തു.